കിറ്റക്സിൽ വീണ്ടും പരിശോധന. മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും കൃഷിവകുപ്പിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. കമ്പനിയിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ടാണ് പരിശോധനയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യക്തമാക്കി. കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് കിറ്റക്സ് എംഡി സാബു എം ജേക്കബിന്റെ പ്രതികരണം. സിജോ വി ജോൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സിജോ, വലിയ വിവാദങ്ങൾ ഉണ്ടായ ഒരു വിഷയമാണ്. ഇപ്പോൾ വീണ്ടും കിറ്റക്സിൽ പരിശോധന നടക്കുമ്പോൾ എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം? അശ്വതി, കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനിയിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കുന്നുവെന്നും ഇത് കടമ്പ്രയാറിലെത്തി മാലിന്യപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് നേരത്തെ തന്നെ പരാതി ലഭിച്ചിരുന്നു. ജില്ലാ വികസന സമിതിയിലാണ് ഇത്തരത്തിലൊരു പരാതി ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം മലിനീകരണ നിയന്ത്രണ ബോർഡിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ ഇന്ന് സംയുക്തമായി എത്തി പരിശോധന നടത്തിയത്. കിറ്റക്സ് കമ്പനിക്ക് ഇത്തരത്തിൽ ഈ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് തള്ളുന്ന ജലം കൃഷി ആവശ്യങ്ങൾക്ക് മാത്രം വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അനുമതി നൽകിയിരുന്നത്. ഈ പരിശോധനയിൽ കൃത്യമായി തന്നെ ഈ കൃഷി സ്ഥലങ്ങളിലേക്ക്, സമീപമുള്ള കൃഷി സ്ഥലങ്ങളിലേക്ക് മാത്രമാണ് ഈ വെള്ളം കൊണ്ടുപോകുന്നതെന്നാണ് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നതാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 3500 കോടിയുടെ നിക്ഷേപ പദ്ധതിയൊക്കെ കേരളത്തിലേക്ക് പുറത്ത് ഈ പരിശോധനയുടെ പേരിൽ തന്നെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. ഇത് 13ാം തവണയാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കിറ്റക്സ് ഗ്രൂപ്പ് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഉദ്യോഗസ്ഥ രാജാണ് നടക്കുന്നത്. ഇത്തരം പരിശോധനകൾക്ക് വേണ്ടി ഒരു ഏകീകൃത സംവിധാനം കൊണ്ടുവരുമെന്ന് മന്ത്രി പറയുമെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും കിറ്റക്സിനെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് ഇപ്പോൾ കിറ്റക്സ് എംഡി സാബു എം ജേക്കബ് പ്രതികരിച്ചിരിക്കുന്നതും. ശരി, സിജോ വി ജോൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.